ഓൾ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നു. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരുടെ പണവും പലിശയും തിരികെ ലഭിക്കാതെ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് AKCDF ആവശ്യപ്പെടുന്നു. ബാങ്ക് നിക്ഷേപക കൂട്ടായ്മകളുടെ സംയുക്ത ഫോറമായ AKCDFിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 9 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ പാലാ കുരിശുപള്ളി കവലയിൽ റിലേ സത്യാഗ്രഹ പരിപാടി ആരംഭിക്കും. മീനച്ചിൽ താലൂക്കിലെ പ്രശ്നബാധിതമായ കിഴതടിയൂർ, കടനാട്, വലവൂർ, മേലമ്പാറ, ഈരാറ്റുപേട്ട തുടങ്ങിയ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപകരോടൊപ്പം പുന്നത്തറ, കറുകച്ചാൽ, വെള്ളൂർ തുടങ്ങിയ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപകരും തെന്മല, അങ്കമാലി, പെരുമ്പാവൂർ തുടങ്ങിയ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള നിക്ഷേപകരും സത്യാഗ്രഹ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു. നമ്മൾ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഏതാണ്ട് 10% വരുന്ന 400ഓളം ബാങ്കുകളിൽ നിക്ഷേപകരുടെ പൈസ തിരിച്ചു കൊടുക്കാനോ അവരുടെ പലിശ കൃത്യമായി കൊടുക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തോളമായി. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി വിവിധ ബാങ്കുകളുടെ ഫ്രണ്ടിൽ നിക്ഷേപകരുടെ കൂട്ടായ്മകളുടെ പ്രതിഷേധ പരിപാടികളും സമര പരിപാടികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് യാതൊരു തീരുമാനങ്ങളിലോട്ടും എത്താത്ത സാഹചര്യത്തിൽ ഓൾ കേരള തലത്തിൽ ഓൾ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റേഴ്സ് ഫോറം എന്ന പേരിൽ സംഘടനയുടെ ഒരു ഏകീകൃത രൂപീകരിച്ചുകൊണ്ട് സമരപരിപാടികൾ നടത്തുകയാണ്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലാ യൂണിറ്റ് കഴിഞ്ഞ 5-ാം തീയതി ഫെബ്രുവരി മാസം 5-ാം തീയതി സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ്റെ ഏറ്റുമാനൂർ ഓഫീസ് മുതൽ കോട്ടയം കളക്ടറേറ്റ് വരെ ഒരു വാഹന പ്രതിഷേധയാത്ര നടത്തുകയും കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തുകയും ജോയിൻ്റ് രജിസ്ട്രാർക്ക് നിവേദനം നൽകുകയും ചെയ്തു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 17-ാം തീയതി തിരുവനന്തപുരത്ത് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധയാത്രയും പരിപാടികളും എല്ലാം നടത്തുകയുണ്ടായി. ഇക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരു അത്താണിയായിരുന്ന സഹകരണ പ്രസ്ഥാനം എക്കാലത്തും ഇല്ലാത്ത വിധത്തിൽ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച ഈ ഗവൺമെൻറ്റിനും സഹകരണ വകുപ്പിനും എതിരെയുള്ളൊരു സമരം നാളെ തിങ്കളാഴ്ച ഒരു റിലേ സത്യാഗ്രഹത്തെ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ റിലേ സത്യാഗ്രഹത്തിന് മുന്നൊരുക്കമായി നാളെ രാവിലെ കിഴതടിയൂർ ബാങ്കിൻ്റെ മുമ്പിൽ നിന്നും വാഹന പ്രചരണ ജാഥ ഇതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്ട് സാറിൻ്റെ നേതൃത്വത്തിൽ ജാഥാ ക്യാപ്റ്റനായിട്ടുള്ള സമരപ്രചരണ ജാഥ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രശ്നബാധിതമായ ബാങ്കുകളുടെ മുമ്പിൽ ചെല്ലുകയും അവിടെ വിശദീകരണ യോഗങ്ങൾ നടക്കുകയും അവിടുത്തെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുന്നതുമാണ്. റിലേ സത്യാഗ്രഹ പരിപാടിയുടെ മുന്നൊരുക്കവുമായി മാർച്ച് 6 വെള്ളിയാഴ്ച രാവിലെ 10-ന് കിഴതടിയൂർ സഹകരണ ബാങ്ക്, 11 മണിക്ക് വലവൂർ സഹകരണ ബാങ്ക്, 12 മണിക്ക് കടനാട് സഹകരണ ബാങ്ക്, 2 മണിക്ക് മേലമ്പാറ സഹകരണ ബാങ്ക്, 3 മണിക്ക് ഈരാറ്റുപേട്ട സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ നിക്ഷേപക കൂട്ടായ്മ യോഗങ്ങൾ സംഘടിപ്പിക്കും. നിക്ഷേപക ഗ്യാരണ്ടി ഫണ്ടിൽ നിന്നും പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപക തുകയുടെ പ്രതിമാസ പലിശ നൽകാൻ സർക്കാർ അനുമതി നൽകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള കോഓപ്പറേറ്റീവ് ഡെപ്പോസിറ്റേഴ്സ് ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് AC ബേബിച്ചൻ, സെക്രട്ടറി ബിനു മാത്യൂസ്, ട്രഷറർ ജൂലിയസ്, കമ്മിറ്റി മെമ്പർ സണ്ണി സേവ്യർ, ലോസൺ ജോസഫ്, ജോയ് കളരിക്കൽ എന്നിവർ പങ്കെടുത്തു.